Dear students, ഈ റെക്കോർഡഡ് ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന യൂണിറ്റ് 3 ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. ഇതാണ് നിങ്ങളുടെ സിലബസ്. ഈ യൂണിറ്റ് ശരിക്കും ഒരു 15 hours-ൻ്റെ ഒരു യൂണിറ്റാണ്. നമ്മുടെ സമയക്കുറവ് കൊണ്ട് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം യൂണിറ്റ് 3 ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇലക്ട്രോകെമിക്കൽ സെൽസ് ആൻഡ് ഇലക്ട്രോളിറ്റിക് സെൽസ്, ഗാൽവാനിക് സെൽസ്, പിന്നെ റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സ്, പിന്നെ ഉള്ളത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, കലോമൽ ഇലക്ട്രോഡ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്താണ്, എങ്ങനെ നമുക്കൊരു ഇലക്ട്രോകെമിക്കൽ സെൽസിനെ റെപ്രസെൻ്റ് ചെയ്യാം, അതിൻ്റെ IUPAC കൺവെൻഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യാം, പിന്നെ ഇലക്ട്രോഡ് റിയാക്ഷൻസ് ആൻഡ് സെൽ റിയാക്ഷൻസ് എങ്ങനെ നമുക്കത് എഴുതാം, പിന്നെ ഡെറിവേഷൻ ഓഫ് നേൺസ്റ്റ് ഇക്വേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. Nernst equation for electrode potential and cell potential. പിന്നെ ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ ആൻഡ് EMF of a cell, അതിൻ്റെ ഡെറിവേഷൻ. പിന്നെ കാൽക്കുലേഷൻ ഓഫ് ഓൾ ദീസ് തെർമോഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ΔG, ΔH ആൻഡ് ΔS ഫ്രം EMF ഡേറ്റ. എങ്ങനെ സെല്ലിൻ്റെ EMF ഡേറ്റയിൽ നിന്ന് നമുക്ക് തെർമോഡൈനാമിക് ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫ്രം EMF ഡേറ്റ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഡെറിവേഷൻ പാർട്ടിൽ നിങ്ങൾക്ക് വരും. പിന്നെ ഉള്ളത് കോൺസെൻട്രേഷൻ സെൽസ്. കോൺസെൻട്രേഷൻ സെൽസിൽ ഇലക്ട്രോഡ് കോൺസെൻട്രേഷൻ സെൽസും പഠിക്കണം, ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ സെൽസും പഠിക്കണം. പിന്നെ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ സെൽസിൽ തന്നെ സെൽസ് വിത്ത് ട്രാൻസ്ഫറൻസ് ആൻഡ് വിത്തൗട്ട് ട്രാൻസ്ഫറൻസ് പഠിക്കാനുണ്ട്. പിന്നെ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്, പിന്നെ സോൾട്ട് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഓക്കെ, അതിൻ്റെ റോൾ ഇൻസൈഡ് ദ ഇലക്ട്രോകെമിക്കൽ സെൽ എന്താണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫ്യൂവൽ സെൽസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പാർട്ടിലായിട്ട് ആപ്ലിക്കേഷൻ ഓഫ് EMF മെഷർമെൻറ്റ്സ്. EMF മെഷർമെൻറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, അതായത് ഡിറ്റർമിനേഷൻ ഓഫ് സോല്യുബിലിറ്റി പ്രോഡക്റ്റ്. സോല്യുബിലിറ്റി പ്രോഡക്റ്റ് EMFൽ നിന്നും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് pH യൂസിങ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, ക്വിൻ ഹൈഡ്രോൺ ഇലക്ട്രോഡ് ആൻഡ് ഗ്ലാസ് ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻസും പഠിക്കാനുണ്ട്. EMF മെഷർ ചെയ്താൽ EMFൻ്റെ മെഷർമെൻറ്റിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസ്. പിന്നെ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻസ്, അത് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻസ് ഓഫ് ആസിഡ് ബേസ് ആൻഡ് റിഡോക്സ് റിയാക്ഷൻസ് പഠിക്കണം. പിന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, അതിൻ്റെ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഇർറിവേഴ്സിബിൾ ഇലക്ട്രോഡ് പ്രോസസ്സസ്. ഇപ്പം ഇതിൻ്റെ സിലബസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ കണ്ടു റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടോ റിവേഴ്സിബിൾ സെൽസ്. അപ്പം അതുപോലെ തന്നെ ഇർറിവേഴ്സിബിൾ ഇലക്ട്രോഡ്സിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട് ഈ പോർഷനിൽ. പിന്നെ ഓവർ വോൾട്ടേജ് എന്താണെന്നുള്ളത് പഠിക്കണം. പിന്നെ കൊറോഷൻ ഓഫ് മെറ്റൽസ്, ഈ പാർട്ടിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കൊറോഷൻ, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മോണിറ്ററിങ് ആൻഡ് പ്രിവെൻറ്റിങ് കൊറോഷൻ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫസ്റ്റ് പാർട്ട് ഓഫ് ദ റെക്കോർഡഡ് വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളായിരിക്കും ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇലക്ട്രോകെമിക്കൽ സെൽസ്, ഇലക്ട്രോളിറ്റിക് സെൽസ്, ഗാൽവാനിക് സെൽസ് തുടങ്ങി ഇലക്ട്രോഡ് റിയാക്ഷൻസ് ആൻഡ് സെൽ റിയാക്ഷൻസ് ഇതുവരെ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഒരു സ്കാനാണ്. അപ്പം ഇതിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് എടുക്കാം. അപ്പോൾ ഇതിൽ യൂണിറ്റ് 3 ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എടുക്കാം.
അപ്പം ഈ യൂണിറ്റിലൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നുണ്ട്. ഈ യൂണിറ്റ് ആക്ച്വലി ഇറ്റ് ഈസ് എ കണ്ടിന്യൂഷൻ ഓഫ് ദ യൂണിറ്റ് 2. യൂണിറ്റ് 2-ൽ ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കാണും. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ തന്നെ ഒരു യൂണിറ്റാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അപ്പം യൂണിറ്റ് 2-ൽ നിങ്ങൾ പഠിച്ചത് ഹൗ ദ ഇലക്ട്രിക്കൽ എനർജി ഈസ് ഏബിൾ ടു കോസ് എ കെമിക്കൽ റിയാക്ഷൻ ടു ഒക്കർ അറ്റ് ദ ഇൻ്റർഫേസ് ഓഫ് എ മെറ്റൽ ആൻഡ് ഇലക്ട്രോലൈറ്റ്. ഇൻ്റർഫേസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു ഇലക്ട്രോഡ് ഒരു ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഒരു സോളിഡ് ഇലക്ട്രോഡും ലിക്വിഡ് ഇലക്ട്രോലൈറ്റിൻ്റെ ഇടയ്ക്ക് ഒരു റീജിയൻ ഉണ്ട് അല്ലേ, ഒരു ലെയർ ഉണ്ട്. അപ്പോൾ അതാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഫേസസ് തമ്മിലുള്ള ഒരു ഇൻ്റർ റീജിയൻ, അതിനെയാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റർഫേസിൽ എങ്ങനെ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു എന്നുള്ളതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് യൂണിറ്റ് 2-ൽ നിങ്ങൾ പഠിച്ചത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ we are discussing about chemical reactions which are used to convert chemical energy, more precisely free energy change of a reaction directly into electrical energy. അപ്പോൾ പല കെമിക്കൽ റിയാക്ഷൻസിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാം അല്ലേ, കെമിക്കൽ എനർജി അല്ലെങ്കിൽ റിയാക്ഷന് ഫ്രീ എനർജി ചേഞ്ച്, ഫ്രീ എനർജിയെ എങ്ങനെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. സോ ഇറ്റ് വാസ് ഫസ്റ്റ് കൺസീവ്ഡ് ബൈ അലസാൻഡ്രോ വോൾട്ട in 1796 that the generation of electricity at the expense of chemical energy which is caused at the metal electrolyte interface. അപ്പോൾ ഈ മെറ്റൽ ഇലക്ട്രോലൈറ്റ് ഇൻ്റർഫേസിൽ ഉണ്ടാകുന്ന ഈ കെമിക്കൽ റിയാക്ഷൻസ്, അതിൽ നിന്നും വരുന്ന ആ ഒരു എനർജി, കെമിക്കൽ എനർജിയെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതായത് അതിൽ നിന്നും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ചത് അലസാൻഡ്രോ വോൾട്ടയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഡിസ്കവറിക്ക് ശേഷം ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സും ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഒത്തിരി റിയാക്ഷൻസും ഒക്കെ എല്ലാം പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പം ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സ് ആണ്. അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു എസ്സേയോ അല്ലെങ്കിൽ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസോ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സ്. അപ്പം ഏതൊക്കെ തരം റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് മെറ്റൽ അയോൺ ഇലക്ട്രോഡ്. നമ്പർ 1 ഇസ് മെറ്റൽ അയോൺ ഇലക്ട്രോഡ്. പിന്നെ അത് കൂടാതെ പേജ് നമ്പർ 150 നിങ്ങൾക്ക് കാണാം ഗ്യാസ് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഓക്കെ, ഗ്യാസ് ഇലക്ട്രോഡ്സ് ഉണ്ട്. പിന്നെ മെറ്റൽ ഇൻസോല്യൂബിൾ സോൾട്ട് അയോൺ ഇലക്ട്രോഡ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് ഓക്സിഡേഷൻ റിഡക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് ഇലക്ട്രോഡ്സ് ഉണ്ട്. അപ്പം മെയിനായിട്ടും ഈ 4 ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് ആണ് റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സിൽ നിങ്ങൾ ടെക്സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം നമുക്കറിയാം ഇലക്ട്രോഡ്സിൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ റിയാക്ഷൻസ് നടക്കും അല്ലേ. ആ ഇലക്ട്രോഡ്സിൽ നമ്മൾ കൊടുക്കുന്ന ചാർജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നനുസരിച്ചിട്ട് ഒന്നെങ്കിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കും അല്ലെങ്കിൽ റിഡക്ഷൻ റിയാക്ഷൻ നടക്കും. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, ഒരു ജനറൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പം റിവേഴ്സിബിൾ സെൽ എന്താണെന്ന് നോക്കാം. ഒരു റിവേഴ്സിബിൾ സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സ്. ഒരു സെല്ലിൻ്റെ അകത്ത് 2 പാർട്ടുണ്ട്, 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഈ ഇലക്ട്രോഡ്സിനെ കുറിച്ചാണ് താഴെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു സെല്ലിൻ്റെ 2 ഭാഗങ്ങളുണ്ട്, 2 റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സ് ഉണ്ട്. അപ്പം ഈ റിവേഴ്സിബിൾ ഇലക്ട്രോഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണിത്. ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ്
plus n number of electrons giving reduced state, where n is the difference in the number of electrons in the oxidized and the reduced state. ഈ 4 different types of reversible electrodes ഉണ്ട്. First one എന്തായിരുന്നു? മെറ്റൽ അയോൺ ഇലക്ട്രോഡ്. നോക്കാം, മെറ്റൽ അയോൺ ഇലക്ട്രോഡ്. അപ്പോൾ ഇതിലൊരു മെറ്റൽ വേണം, ഒരു മെറ്റൽ അയോൺ വേണം അല്ലേ. അപ്പം this type of electrode consists of a metal in contact with a solution of its own ions. അതായത് ഇപ്പം സിങ്ക് മെറ്റൽ ആണെങ്കിൽ it should be immersed in zinc ion solution. അപ്പോൾ കോപ്പർ ഇലക്ട്രോൺ ആണെങ്കിലോ കോപ്പർ അയോൺ സൊല്യൂഷനിൽ ഇമേഴ്സ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിൽവർ ഇലക്ട്രോഡ് ആണെങ്കിൽ സിൽവർ അയോൺ സൊല്യൂഷനിൽ ഇമേഴ്സ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് ആണ് മെറ്റൽ അയോൺ ഇലക്ട്രോഡ്. ഇത് നോക്കിക്കേ, ഇപ്പോൾ സിങ്ക് 2+ അയോൺസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ സിങ്ക് 2+ അയോൺസ് കിട്ടുന്നത്? ഒരു സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ അല്ലേ. സിങ്ക് സൾഫേറ്റിനെ നമുക്ക് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ Zn2+ഉം SO4 - അയോൺസും കാണും ആക്വസ് സൊല്യൂഷൻ അല്ലേ. അപ്പം അങ്ങനെ ഒരു സൊല്യൂഷൻ്റെ അകത്തേക്ക് നമ്മളൊരു സോളിഡ് ആയിട്ടുള്ള ഒരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേഴ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് 2+ ഇലക്ട്രോഡ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെയാണ് മെറ്റൽ അയോൺ ഇലക്ട്രോഡ്സ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൽ ബ്രാക്കറ്റിൽ എസ് എന്ന് കാണിച്ചിരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിങ്ക് സോളിഡ്, അതായത് ദാറ്റ് ഇസ് എ സോളിഡ് ഇലക്ട്രോഡ് പാർട്ട്. ആൻഡ് Zn2+ അക്വസ് എന്ന് പറയുമ്പം ഇലക്ട്രോലൈറ്റ് പാർട്ടാണ്. അതായത് ഇറ്റ്സ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് കണ്ടെയ്ൻസ് സം എമൗണ്ട് ഓഫ് വാട്ടർ ഓൾസോ. അപ്പം ദീസ് ആർ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഫോർ മെറ്റൽ അയൺ ഇലക്ട്രോഡ്സ്. അതായത് Zn2+, കോപ്പർ ബാർ കോപ്പർ 2+, Ag സിൽവർ ബാർ Ag+ aqueous. അപ്പം these 3 examples you should note this. Examples for metal ion electrodes. The general representation എങ്ങനെയാണെന്ന് നോക്കിക്കേ. n+ aqueous plus n electrons giving m solid. ഇതാണ് എൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സിൽവർ ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പം ഈ മെറ്റൽ അയോൺ ഇലക്ട്രോഡിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ആദ്യമേ സിൽവർ എഴുതും Ag, പിന്നെ ഒരു ബാർ വരയ്ക്കും, പിന്നെ Ag+ എന്ന് എഴുതും. ഓക്കെ, അപ്പം ഇതാണ് ഹൗ വി റെപ്രസെൻറ്റ് ആൻ ഇലക്ട്രോഡ്. അപ്പോൾ ആദ്യമേ എഴുതുന്നത് സോളിഡ് ഇലക്ട്രോഡിനെയാണ്. അതിനുശേഷം നമ്മളൊരു ബാറ്, അതായത് ഈ ബാറ് സൂചിപ്പിക്കുന്നത് ഒരു ഇൻ്റർഫേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ. ഒരു ഇൻ്റർ ലെയർ ബിറ്റ്വീൻ എ സോളിഡ് ആൻഡ് ലിക്വിഡ് ലെയർ, അതാണ് ഇൻ്റർഫേസിനെയാണ് ഈ സിംഗിൾ ബാർ സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് Ag+, അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോലൈറ്റിലുള്ള മെറ്റൽ അയോണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇലക്ട്രോഡ് റിയാക്ഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. Ag ഗിവിങ് Ag+ + 1 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഇത് റിവേഴ്സിബിൾ ആണ്. അതെ, നമ്മൾ പഠിക്കുന്ന റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സിനെ കുറിച്ചാണ് അല്ലേ. അതുകൊണ്ടാണ് ഈ ടൈപ്പ് ഓഫ് ആരോ യൂസ് ചെയ്ത് നമ്മൾ റിയാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഇലക്ട്രോഡ് റിയാക്ഷൻ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പം ഈ കേസിൽ ഇലക്ട്രോഡിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് Cu⁻Cu2+. ഇലക്ട്രോഡ് റിയാക്ഷൻ ആണെങ്കിലോ Cu ഗിവിങ് Cu2+ + 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഇതും റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇത് മീഡിയത്തിൽ ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ് ഇൻ്റർഫേസിൽ നടക്കുന്ന റിവേഴ്സിബിൾ റിയാക്ഷനാണിത്. പിന്നെ തേർഡ് എക്സാമ്പിൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. ഇപ്പോൾ ഇലക്ട്രോഡ് റെപ്രസെൻറ്റേഷൻ ഈസ് സിങ്ക് ബാർ സിങ്ക് 2+. Electrode reaction is zinc giving zinc 2+ + 2 electrons. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് നോക്കാം, അതായത് ഗ്യാസ് ഇലക്ട്രോഡ്സ്. ഗ്യാസ് ഇലക്ട്രോഡ്സ് എന്ന പേരിൽ നിന്ന് തന്നെ അറിയാം, അതിൽ ഒരു ഗ്യാസ് ഇൻവോൾവ് ആയിരിക്കും അല്ലേ ആ ഇലക്ട്രോഡിൽ. അപ്പം നോക്കാം, such electrodes, this gas electrodes consist of a gas which are continuously passed through
a solution of their own ions at 1 atmospheric pressure. Okay, ഒരു ഗ്യാസ് ഇലക്ട്രോഡിൽ നമ്മളൊരു ഗ്യാസ് പാസ് ചെയ്യുകയാണ്, ജസ്റ്റ് ബീങ് കണ്ടിന്യൂസ്ലി പാസ്ഡ് ത്രൂ എ സൊല്യൂഷൻ ഓഫ് ഇറ്റ്സ് ഓൺ അയോൺസ്. അപ്പം ഗ്യാസ് മോളിക്യൂൾ ഏതാണോ അതിൻ്റെ തന്നെ അയോൺസ് അടങ്ങിയ ഒരു സൊല്യൂഷനിൽ ഈ ഗ്യാസ് അറ്റ് 1 atmospheric pressure is being passed continuously. So in the gas ion half cell, an inert collector of electrons, അതായത് പ്ലാറ്റിനം അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്, അത് ഇനേർട്ടാണ്. ഓക്കെ, അത് റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഓൺലി ആക്ടിങ് ആസ് എ ഇലക്ട്രോൺ കളക്ടർ, കറണ്ട് കളക്ടറായിട്ട് മാത്രമേ ഈ പ്ലാറ്റിനം അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കറണ്ട് കളക്ടർ നമ്മൾ ഗ്യാസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വെക്കുകയാണ്. സോ ആൻ ഇനേർട്ട് കളക്ടർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഗ്യാസ് ആൻഡ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് എ സ്പെസിഫൈഡ് അയോൺ. അപ്പോൾ അതിൻ്റെ മോസ്റ്റ് കോമൺ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്ലാറ്റിനം, PT, പ്ലാറ്റിനം എന്ന് പറയുന്നത് ഇലക്ട്രോഡാണ്. അപ്പോൾ പ്ലാറ്റിനം ഈസ് ബീങ് കോണ്ടാക്ട് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് ഇൻ H+ അയോൺ സൊല്യൂഷൻ ഉണ്ടോ. അപ്പോൾ ഇതിൽ ഗ്യാസ് ഹൈഡ്രജൻ ആണ്. ഈ ഹൈഡ്രജൻ ഗ്യാസ് H+ അയോൺ സൊല്യൂഷൻസിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു മീഡിയത്തിലേക്ക് നമ്മളൊരു പ്ലാറ്റിനം ഇലക്ട്രോഡിനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത 3.4.1 എന്ന സെക്ഷനിൽ നോക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ, ഓക്സിജൻ ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ഇലക്ട്രോഡിൽ ഓക്സിജൻ ഗ്യാസ് ആണ് പാസ് ചെയ്തത്. അപ്പോൾ ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്യുക, അപ്പോൾ ഇതിൽ ഹൈഡ്രോക്സിൽ അയോൺസ് ആണ് അക്വസ് മീഡിയത്തിൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ സെൽ റിയാക്ഷൻ നോക്കിക്കേ, ഇത് ഹാഫ് സെൽ റിയാക്ഷൻ ആണ്. ഹാഫ് O2 gas plus H2O plus 2 electrons giving 2 OH minus. This is the cell reaction of an oxygen electrode. Then you have another example, that is the chlorine electrode. Chlorine electrode reaction la chlorine gas is being passed. Cl2 gas plus 2 electrons giving 2 Cl minus. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, ഓക്സിജൻ ഗ്യാസും ക്ലോറിൻ ഗ്യാസും പാസ് ചെയ്തപ്പോൾ നോക്കിക്കുക, നമുക്ക് കിട്ടിയ അയോൺസ് നെഗറ്റീവ് അയോൺസ് ആണ് അല്ലേ. കാരണം ഇത് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്, Cl മൈനസും OH മൈനസും ഒക്കെ. അതേസമയം നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് യൂസ് ചെയ്തപ്പോൾ H+ അയോൺസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 3 എണ്ണം ഗ്യാസ് ഇലക്ട്രോഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് ആണ് മെറ്റൽ ഇൻസോലിബിൾ സോൾട്ട് അയോൺ ഇലക്ട്രോഡ്. അപ്പം ഈ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡിൽ ഒരു മെറ്റൽ കാണും, പിന്നെ ഇതേ മെറ്റലിൽ തന്നെ ഒരു ഇൻസോലിബിൾ സോൾട്ടും നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ സിൽവർ ക്ലോറൈഡ് അയോൺ ഹാഫ് സെൽ. അപ്പം ഇൻ ദിസ് ഹാഫ് സെൽ a metal coated with its insoluble salt is in contact with the solution containing the anion of the insoluble salt. Okay, അതായത് ഒരു മെറ്റൽ ഇലക്ട്രോഡിനെ നമ്മൾ എടുത്തു, അതിലേക്ക് നമ്മൾ അതേ മെറ്റലിൻ്റെ തന്നെ ഒരു ഇൻസോലിബിൾ സോൾട്ടിനെ നമ്മൾ കോട്ട് ചെയ്തു. ഈ ഇൻസോലിബിൾ സോൾട്ട് കോട്ട് ചെയ്ത് ഈ മെറ്റൽ നമ്മളൊരു സൊല്യൂഷനിലൂടെ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആ സൊല്യൂഷനിൽ എന്തുണ്ട്, ഇറ്റ് കണ്ടെയ്ൻ ദ ആനയോൺ ഓഫ് ദിസ് ഇൻസോലിബിൾ സോൾട്ട്. ഇൻസോലിബിൾ സോൾട്ടിൻ്റെ ആനയോൺ അടങ്ങിയ ഒരു സൊല്യൂഷനാണ്. അപ്പം ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ, സിൽവർ കോട്ട് ചെയ്തത് സിൽവർ ക്ലോറൈഡാണ്. അപ്പം ഈ ഇലക്ട്രോഡിനെ നമ്മൾ ക്ലോറൈഡ് അയോൺ അടങ്ങിയ ഒരു സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഒരു ഹാഫ് സെല്ല്. ഓക്കെ, ഇതൊരു ഹാഫ് സെല്ലാണ്. 2 ഹാഫ് സെൽസ് കൂടിയാലേ ഒരു ഫുൾ ഇലക്ട്രോകെമിക്കൽ സെല്ല് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ പറഞ്ഞ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും കാണും, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും കാണുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ദിസ് ഇസ് ഓൺലി ദ റെപ്രസെൻറ്റേഷൻ ഓഫ് 1 ഹാഫ് സെൽ. അപ്പം ദിസ് ഹാഫ് സെൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്: Ag solid bar AgCl solid bar Cl minus aqueous.
അപ്പോൾ AgClഉം രണ്ടും സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ സിൽവർ റോഡ് ഒരു ഇലക്ട്രോഡ്, ആ റോഡിൻ്റെ മുകളിലേക്ക് സിൽവർ ക്ലോറൈഡ് ഇൻസോല്യൂബിൾ സോൾട്ടാണിത്. ഇതിൻ്റെ സിൽവറിൻ്റെ തന്നെ ഇൻസോല്യൂബിൾ സോൾട്ടാണ് സിൽവർ ക്ലോറൈഡ്. അത് നമ്മൾ കോട്ട് ചെയ്തു. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഇതിനൊരു ക്ലോറൈഡ് അയോൺ അടങ്ങിയ ഒരു ഇലക്ട്രോലൈറ്റ് അക്വസ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രോഡ് കിട്ടി. So the equilibrium reaction occurring at the electrode is represented using this equation. So AgCl solid plus an electron giving Ag solid plus Cl minus aqueous. ഇതാണ് equilibrium reaction. ഈ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. മെർക്കുറിക് ഓക്സൈഡ് ഹൈഡ്രോക്സൈഡ് അയോൺ ഹാഫ് സെൽ. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോഡിൽ ഇതിൽ ഒരു പൂൾ ഓഫ് മെർക്കുറി ഉണ്ട്. സോ പൂൾ ഓഫ് മെർക്കുറി ഈസ് കവേർഡ് വിത്ത് എ പേസ്റ്റ് ഓഫ് സോളിഡ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് എ സൊല്യൂഷൻ ഓഫ് എ ബേസ്. ഓക്കെ, അപ്പം മെർക്കുറി എന്ന് പറയുന്നത് നമുക്കറിയാം അമാൽഗം ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റൽ. അപ്പോൾ അതൊരു ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു പൂൾ ഓഫ് മെർക്കുറി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു സോളിഡ് റോഡായിട്ട് ഇപ്പോൾ സിൽവർ സോളിഡ് എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിൽ ഒരു സോളിഡ് റോഡായിട്ട് കിട്ടി അല്ലേ. അതുപോലെ നമുക്ക് മെർക്കുറിയെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു പൂൾ ഓഫ് മെർക്കുറി ആയിരിക്കും നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ പൂൾ ഓഫ് മെർക്കുറിയെ നമ്മളൊരു സോളിഡ് മെർക്കുറിക് ഓക്സൈഡ് പേസ്റ്റ് വെച്ച് നമ്മൾ കവർ ചെയ്യാം അതിൻ്റെ മുകളിലത്തെ ലെയറിൽ. എന്നിട്ട് അത് ആ ലെയറിലേക്ക് നമുക്കൊരു കറണ്ട് കളക്ടർ കോൺടാക്ട് ചെയ്ത് വെക്കണം. നേരത്തെ നമ്മൾ കറണ്ട് കളക്ടേഴ്സിൻ്റെ കാര്യം പഠിച്ചു. പ്ലാറ്റിനം, ഗ്രാഫൈറ്റ്, ഇത് ഇനേർട്ടാണെന്ന് പറഞ്ഞല്ലേ. അതുപോലെ ഒരു ഇനേർട്ടായിട്ടുള്ള ഒരു കറണ്ട് കളക്ടറിനെ കോണ്ടാക്ട് ചെയ്ത് വെക്കും. അതായത് ഇപ്പോൾ ഇതിൽ പ്ലാറ്റിനം ഇലക്ട്രോഡാണ് ഈ മെർക്കുറിക് പൂളിലോട്ട് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പം അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻ നോക്കിക്കേ. HgO സോളിഡ് പ്ലസ് H2O ലിക്വിഡ് പ്ലസ് 2 electrons giving Hg liquid plus 2 OH minus aqueous. അപ്പോൾ ഇതാണ് ഇലക്ട്രോഡ് റിയാക്ഷൻ. ഇനി മൂന്നാമത്തെ തരം ഇലക്ട്രോഡ് നോക്കിക്കേ. മെർക്കുറസ് ക്ലോറൈഡ് അയോൺ ഹാഫ് സെൽ. അപ്പം ഈ ഇലക്ട്രോഡിന് വേറൊരു പേരുണ്ട്. അതാണ് കലോമൽ ഹാഫ് സെൽ. കലോമൽ CALOMEL കലോമൽ ഹാഫ് സെൽ. അപ്പം ഇതിൻ്റെ ഇക്വിലിബ്രിയം റിയാക്ഷൻ Hg2Cl2 സോളിഡ് പ്ലസ് 2 ഇലക്ട്രോൺ ഗിവിങ് 2 Hg ലിക്വിഡ് പ്ലസ് 2 Cl മൈനസ് അക്വസ്. അപ്പോൾ ഈ കലോമൽ ഇലക്ട്രോഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൻ 3.4.2 പഠിക്കും. അപ്പം ഇനി നാലാമത്തെ ഇലക്ട്രോഡ് നോക്കാം. ഓക്സിഡേഷൻ റിഡക്ഷൻ ഇലക്ട്രോഡ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിഡേഷൻ റിഡക്ഷൻ ഇലക്ട്രോഡ് എന്ന് പറയുമ്പം all electrodes involve oxidation reduction reactions, but a class of electrode named redox electrode include only the electrode consisting of an inert metal immersed into a solution containing both the oxidized and reduced form of a molecule or ion. ഇപ്പോൾ നമ്മളൊരു ഇനേർട്ട് മെറ്റൽ എടുക്കുക, ഒരു പ്ലാറ്റിനം അല്ലെങ്കിൽ ഗോൾഡ്, ഒരു ഈ കറണ്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ളൊരു കറണ്ട് കളക്ടറിനെ നമ്മൾ എടുക്കുന്നു. അപ്പോൾ അത് എന്തിലാണ് ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ബോത്ത് ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ് ഫോം ഓഫ് എ മോളിക്യൂൾ. ഓക്കെ, അപ്പോൾ അത് ഒരു ഒറ്റ സിസ്റ്റത്തിനകത്ത് തന്നെ ഈ രണ്ട് ഫോംസും, ഓക്സിഡൈസ്ഡ് ഫോമും റെഡ്യൂസ്ഡ് ഫോമും ഉണ്ടായിരിക്കും. അതൊരു പർട്ടിക്കുലർ റേഷ്യോയിൽ, ആ മോളിക്യൂളിൻ്റെ ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ഇനേർട്ട് മെറ്റലിനെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് റിഡോക്സ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. സോ ദ ഇനേർട്ട് മെറ്റൽ സിംപ്ലി പ്രൊവൈഡ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. ദ ജനറൽ ഇലക്ട്രോഡ് റിയാക്ഷൻ ഇതാണ് കാണിച്ചിരിക്കുന്നത്. റെഡ്യൂസ്ഡ് ഫോം ഗിവിങ് ഓക്സിഡൈസ്ഡ് ഫോം പ്ലസ് N ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് പ്ലാറ്റിനം Fe2+, Fe3+, പ്ലാറ്റിനം Sn2+, Sn4+. അപ്പം ഈ ഇലക്ട്രോഡിൽ ശരിക്കും നമുക്ക് കാണാൻ പറ്റും ഒരു പ്ലാറ്റിനം Fe2+, Fe3+ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ Fe2+ഉം Fe3+ഉം രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പം Fe3+ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ്, Fe2+ റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് അയോൺസ് ഉള്ള ഒരു സൊല്യൂഷനിലാണ് ഈ പ്ലാറ്റിനം കറണ്ട് കളക്ടറിനെ ഡിപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് Sn2+, Sn4+ അയോൺസിൻ്റെ ഒരു മിക്സ്ചറിൽ, ഒരു സൊല്യൂഷൻ മിക്സ്ചറിൽ നമ്മളൊരു പ്ലാറ്റിനം ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുക, പ്ലാറ്റിനം ഇലക്ട്രോഡിനെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് സെല്ലിൽ നിന്ന് Fe2+ എന്നുള്ളത് ഓക്സിഡേഷൻ നടക്കും. ഇപ്പോൾ Fe3+ ആണ് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ Fe2+ എന്തായിരിക്കും, Fe3+ ആകാനായിട്ട് ശ്രമിക്കും. അപ്പോൾ Fe2+ is being converted to Fe3+ and an electron. ഇനി അടുത്ത ഹാഫ് സെല്ലിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് Sn2+, Sn4+ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ Sn2+ is being converted to Sn4+ plus 2 electrons. ഓക്കെ, അപ്പം ഇത് രണ്ടും എക്സാമ്പിൾസ് ഫോർ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ്. അപ്പം രണ്ട് ഇലക്ട്രോഡ്സിനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോഡ്സിലും ഓക്സിഡൈസ്ഡ് ഫോമും റെഡ്യൂസ്ഡ് ഫോമും ഉണ്ട്. ഇനി ഇത് നമ്മൾ പറഞ്ഞത് ഇനോർഗാനിക് അയോൺസിൻ്റെ റിഡോക്സ് ഇലക്ട്രോഡ്സ് ആണ്. ഇനോർഗാനിക് അയോൺസ് അടങ്ങിയിരിക്കുന്ന റിഡോക്സ് ഇലക്ട്രോഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് കണ്ടത്. ഇനി ഇതല്ലാതെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഓർഗാനിക് റിഡോക്സ് ഇലക്ട്രോഡ്, അതാണ് ക്വിൻ ഹൈഡ്രോൺ ഇലക്ട്രോഡ്. ഓർഗാനിക് റിഡോക്സ് ഇലക്ട്രോഡ് ആണ്. അപ്പം ഇത് പഠിച്ചോണം. വാട്ട് ഈസ് ക്വിൻ ഹൈഡ്രോൺ ഇലക്ട്രോഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാൻ സാധിക്കണം. അതുപോലെ ഇതിൻ്റെ ഇക്വേഷൻസും നിങ്ങൾ ശ്രദ്ധിക്കണം, അത് എഴുതി പഠിച്ചോണം. അപ്പോൾ ക്വിൻ ഹൈഡ്രോൺ ഇലക്ട്രോഡിൽ it consists of a platinum wire dipped in a solution containing hydroquinone and quinone. അപ്പം ഹൈഡ്രോക്വിനോൺ അറിയാം, ഇതാണ് ഹൈഡ്രോക്വിനോൺ. അപ്പോൾ ഇതിൽ രണ്ട് OH ഗ്രൂപ്പ്സ് ഉണ്ട്, രണ്ട് പാരാ പൊസിഷൻസിലായിട്ട്. ഇതാണ് ക്വിനോൺ. അപ്പം ഹൈഡ്രോക്വിനോൺ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഫോമും ക്വിനോൺ എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് ഫോമുമാണ് അല്ലേ, ക്വിനോൺ. അപ്പം ഈ രണ്ട് മെറ്റീരിയൽസ്, രണ്ട് കോമ്പൗണ്ട്സ് അടങ്ങിയിരിക്കുന്ന ഒരു മിക്സ്ചർ ഓഫ് സൊല്യൂഷനിലോട്ട് നമ്മളൊരു പ്ലാറ്റിനം വയർ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ക്വിനോണും ഹൈഡ്രോക്വിനോണും ഇക്വിവാലൻറ്റ് എമൗണ്ടിലായിരിക്കണം ആ സെല്ലിൻ്റെ അകത്ത് കാണേണ്ടത്. അപ്പോൾ സെയിം എമൗണ്ട്, ഈക്വൽ എമൗണ്ട്സിൽ നമ്മളിതിനെ എടുക്കണം. ആൻഡ് ഇതിൻ്റെ ഇലക്ട്രോഡിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, പ്ലാറ്റിനം ബാർ QH2, Q, H+. അപ്പോൾ ആദ്യമേ നമ്മൾ ഇലക്ട്രോഡ് പാർട്ടിനെയാണ് എഴുതുന്നത് അല്ലേ, ഇത് പ്ലാറ്റിനം എഴുതി. പിന്നെ അതിലൊരു ഇൻ്റർഫേസ് ഉണ്ട്, അതാണ് ഈ സിംഗിൾ ബാർ. പിന്നെ QH2 ഈസ് റെപ്രസെൻറ്റിങ് ഹൈഡ്രോക്വിനോൺ. രണ്ട് ഹൈഡ്രജൻസ് ഉണ്ട് ഇവിടെ, H രണ്ട് ഹൈഡ്രജൻസ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹൈഡ്രോക്വിനോൺ ആണ് QH2. Q ഈസ് റെപ്രസെൻറ്റിങ് ക്വിനോൺ. ഓക്കെ, പിന്നെ ഉള്ളത് H+ ions, that is in the medium. And electrode reaction നോക്കിക്കേ, hydroquinone is being converted to quinone plus 2H+ plus 2 electrons. ഇതാണ് ഇതിൻ്റെ റിയാക്ഷൻ, സെൽ റിയാക്ഷൻ. അപ്പോൾ ഇത് പഠിക്കാം. The energy of the ions in one oxidation state to change into another oxidation state guide the electrode potential. അപ്പോൾ ഇങ്ങനെ ഒരു ഓക്സിഡൈസ്ഡ് ഫോമും റെഡ്യൂസ്ഡ് ഫോമും ഉള്ള ഒരു കേസിൽ നമ്മൾ ഒരു അയോണിനെ എപ്പോഴും മറ്റ് സ്റ്റേറ്റിലോട്ട്, അതായത് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും അതിനുള്ളത് അല്ലേ. തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലോട്ട് അത് കൺവേർട്ട് ചെയ്യും, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറും. അപ്പം ആ ഒരു ടെൻഡൻസിയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ കാരണം. സോ അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിവേഴ്സിബിൾ ഇലക്ട്രോഡ്സ്: മെറ്റൽ അയോൺ ഇലക്ട്രോഡ്, ഗ്യാസ് ഇലക്ട്രോഡ്, മെറ്റൽ ഇൻസോലുബിൾ സോൾട്ട് അയോൺ ഇലക്ട്രോഡ്,
ഓക്സിഡേഷൻ റിഡക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് ഇലക്ട്രോഡ്സ്. അതിൽ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ക്വിൻ ഹൈഡ്രോൺ ഇലക്ട്രോഡ്.